യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വചന യാത്രയിലേക്ക് സ്വാഗതം. നമ്മൾ വായിക്കുകയും വിചിന്തനം ചെയ്യുന്ന വചനഭാഗം ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 38 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ. സത്യജിത്ത് റായുടെ ഒരു പുസ്തകത്തിൻ്റെ പേര് കളവ് പോയ ഈശോ എന്നാണ്. ഈ പുസ്തകം ഒരു ഡിറ്റക്റ്റീവ് ലൈനാണെങ്കിൽ പോലും ഈ ശീർഷകത്തിന് നിരവധി അർത്ഥങ്ങളുള്ളതായിട്ട് തോന്നുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഓരോ ദിവസവും കർത്താവ് എത്ര പ്രാവശ്യമാണ് കളവ് പോകുന്നത്. അതിന് നിരവധി കാരണങ്ങൾ നമ്മൾ നിരത്താറുണ്ട്. ഒരുപക്ഷെ താല്പര്യക്കുറവായിരിക്കാം, അശ്രദ്ധയായിരിക്കാം, മറവിയായിരിക്കാം, മൗനമായിരിക്കാം, നിസ്സംഗതാഭാവമായിരിക്കാം, മറ്റു ചിന്തകളായിരിക്കാം. അങ്ങനെ നിരവധി കാരണങ്ങൾ നമുക്ക് പറയാനുണ്ട്. പക്ഷെ ക്രിസ്തു നമ്മളെ ഓർത്തിരിക്കുവാൻ ഒരു കാരണം മാത്രമേ ഉള്ളൂ. അത് നമ്മോടുള്ള സ്നേഹം കാരണമാണ്. എല്ലാ ദിവസവും നമ്മൾ ചിന്തിക്കേണ്ട ഒരു ചിന്തയാണ്, ഏതൊക്കെ അവസരങ്ങളിലായാൽ പോലും, ഏതൊക്കെ ദിവസങ്ങളായാൽ പോലും, ഏതൊക്കെ നിമിഷങ്ങളായാൽ പോലും ക്രിസ്തു എത്ര പ്രാവശ്യം എന്നിൽ നിന്ന് കളവ് പോകുന്നു എന്നത്. ഇന്നത്തെ സുവിശേഷം യേശു പത്രോസിൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുന്നതാണ്. പ്രവേശിച്ച് പത്രോസിൻ്റെ അമ്മായിയമ്മയ്ക്ക് സൗഖ്യം നൽകുന്നു. ഒപ്പം അവിടെ വന്ന എല്ലാവർക്കും യേശു സൗഖ്യം നൽകുന്നുണ്ട്. സൗഖ്യം എന്ന് പറയുന്നത് തന്നെ ഒരു നിറവായി മാറുന്നതാണല്ലോ. എന്തൊക്കെയോ കുറവുകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു, അതൊക്കെ നിറവുകളായി മാറുകയാണ്. യേശു അവരുടെ ഉള്ളിലുണ്ട്, അല്ലെങ്കിൽ അവർ കണ്ടെത്തി, അന്വേഷിച്ചു. അതുകൊണ്ട് ഈശോ അവരുടെ മുൻപിൽ വരുന്നു, അവർക്ക് സൗഖ്യം നൽകുന്നു. സൗഖ്യം ലഭിച്ചവരെല്ലാവരും യേശുവിനെ കണ്ടെത്തുകയാണ്. അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവൻ്റെ കരസ്പർശം ലഭിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടുള്ളൊരു സൗഖ്യം ലഭിക്കും. അവരുടെ ആരുടെ ജീവിതത്തിലും ഒരിക്കലും ഈശോ കളവ് പോയിട്ടില്ല. അതിനുശേഷം 2007 എല്ലാ പത്രമാധ്യമങ്ങളിലെ ഒരു മുഖചിത്രം എന്ന് പറയുന്നത് ഒരു കൊച്ചു മകളുടെയും അവളുടെ അമ്മുമ്മയുടെയും കരച്ചിൽ ആയിരുന്നു. അല്ലെങ്കിൽ രണ്ടുപേരും മുഖാമുഖം കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രമായിരുന്നു. കഥ ഇപ്രകാരമാണ്: വിദ്യാലയത്തിൽ എല്ലാ കുട്ടികളെയും അവരുടെ പരിസരത്തുള്ള ഒരു അഗതി മന്ദിരത്തിൽ സന്ദർശനത്തിനായിട്ട് കൊണ്ടുപോകും. അവിടെ വെച്ച് അവർ പരസ്പരം സംസാരിക്കുന്നു. സംസാരിച്ചതിൻ്റെ വെളിച്ചത്തിൽ ആ പെൺകുട്ടി മനസ്സിലാക്കുന്നു, എൻ്റെ മുൻപിലിരിക്കുന്നത് എൻ്റെ അമ്മുമ്മയാണ്. പല കാരണങ്ങളാൽ അവളുടെ മാതാപിതാക്കൾ ആ അമ്മുമ്മയെ ഈ ഒരു അഗതി മന്ദിരത്തിലോട്ട് തള്ളിവിട്ടു എന്ന് വേണം പറയാൻ. ഇവർ പരസ്പരം തിരിച്ചറിഞ്ഞ സമയത്ത് വാവിട്ട് കരയുന്ന ചിത്രം BBC ന്യൂസിലും ഇന്ത്യ ടുഡേയും മറ്റ് പ്രധാനപ്പെട്ട ചാനലുകളിലൊക്കെ പ്രധാനപ്പെട്ടൊരു വാർത്തയായിരുന്നു. സ്നേഹമുള്ളവരെ, ആ കുഞ്ഞു മകൾക്ക് കളഞ്ഞുപോയ സ്വന്തം ഗ്രാൻഡ് മദറെ തിരിച്ചു കിട്ടുന്ന ഒരാഹ്ലാദം. തീർച്ചയായും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇതുപോലെ കളവ് പോകുന്ന ബന്ധങ്ങൾ നിരവധിയുണ്ട്. പലപ്പോഴും വസ്തുക്കൾ കളഞ്ഞു പോകുന്നതിനെ കുറിച്ചാണ് നമുക്ക് കൂടുതൽ താല്പര്യം. എന്നാൽ ബന്ധങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് കളവ് പോകുന്നുണ്ട്. അത് അന്വേഷിക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. ഏറ്റവും പ്രധാനമായും നമ്മുടെ ഉള്ളിലെ ക്രിസ്തുവിനെ നമ്മൾ കണ്ടെത്തണം. കളവുപോയ ഈശോയുടെ ശീർഷകത്തിൽ ജീവിക്കുവാനല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത്. നേടിയ, സ്വന്തമാക്കിയ യേശുവിൻ്റെ ശീർഷകത്തിൽ ജീവിക്കുവാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അങ്ങനെയാകുമ്പോൾ എല്ലാ നിമിഷവും, എല്ലാ ദിവസവും ക്രിസ്തുവിനെ എൻ്റെ കൂടെ ചേർത്ത് വയ്ക്കാനും, ക്രിസ്തു സ്നേഹിക്കുന്നത് പോലെ എനിക്കും ക്രിസ്തുവിനെ സ്നേഹിക്കുവാനും, ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്ന പോലെ സൗഖ്യം നൽകി കടന്നു പോകുന്ന ക്രിസ്തു, എപ്പോഴും അവനെ ഓർക്കുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിലൊരു സൗഖ്യമാണ്, ഒരു പ്രചോദനമാണ്, ഒരു സന്തോഷമാണ്, ഒരു സമാധാനമാണ്. ഈ ക്രിസ്തുവിനെ നേടുവാനുള്ള പരിശ്രമമായിരിക്കണം ഓരോ ദിവസവും
നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. തീർച്ചയായും ഇന്നത്തെ പ്രഭാത ദിവ്യബലിയിൽ ആ ക്രൂശിത രൂപത്തെ നോക്കി നമുക്ക് ചോദിക്കാം, എൻ്റെ കളവ് പോയ ഈശോ ആയിരുന്നോ നീ? അല്ലെങ്കിൽ ഞാൻ മനഃപൂർവ്വം കളഞ്ഞുപോയ ക്രിസ്തുവായി ചിത്രീകരിച്ചതല്ലേ? നാം നേടുകയാണ് ഓരോ പ്രഭാത ദിവ്യബലിയിലും. അത് ചേർത്ത് വച്ച് സൂക്ഷിച്ച് സ്വന്തമാക്കുവാനുള്ള കൃപാവരത്തിനായി ഈ ബലിമധ്യയെ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.